ഇതുവരെ ഇല്ല. അദ്ദേഹം എങ്ങോട്ടോ മുറിയിലേക്കാ പോയേക്കുന്നേ. വാ, ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. സാരല്ല സാറേ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അദ്ദേഹം ഇങ്ങോട്ട് വന്നോളൂ. വാ, സാരമില്ലെന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെ മടിച്ചൊന്നും നിൽക്കരുത്. ഇങ്ങനെയുള്ള അവസരങ്ങൾ എപ്പോഴും ഒത്തുകിട്ടില്ല. താൻ അങ്ങോട്ടേക്ക് പോവാൻ മടിച്ച മിഥുന ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കണ്ട ലോകം മറന്ന് അവിടെ നിൽക്കും. എന്റെ കൂടെ വാ, ഞാൻ അവിടെ കൊണ്ടാക്കാം. താൻ വന്നേ. ദേ അങ്ങോട്ടാവും പോയെ. വാ. മമ്മി, നീ ഒരിടത്തൊന്ന് അടങ്ങി നിക്ക്. എന്റെ നെഞ്ചിനകത്ത് തീയാ. എന്തിനാ തീയും പുകയും ഒക്കെ? പുകയാതെ എന്താ ചെയ്യാ? സന്തോഷിക്കണായിരിക്കും. ഞാൻ ഇവിടെ നിന്ന് ഒരുക്കുന്നത് ശ്രദ്ധിക്കാതെ മമ്മി മമ്മിയുടെ പണി നോക്കിക്കൊണ്ടിരിക്കുവാ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ബേബി? എന്നാ പിന്നെ മമ്മി എന്നെ അങ്ങ് കൊന്നേടാ. നിനക്കിത് എന്താ പറ്റിയേ? നീ എന്തെങ്കിലും തിളക്കുന്ന ബേബി? തിളക്കാതെ എന്ത് ചെയ്യും? ഞാൻ ഇഷ്ടപ്പെട്ട വ്യക്തിയെ, എന്റെ ഭർത്താവായ സ്വപ്നം കണ്ട മിഥുനെ ആ മേഘന അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമ്പോ ഞാൻ എങ്ങനെ കൂളായിരിക്കാനാ? മമ്മിക്ക് അതിനെ കുറിച്ച് ഒരു ചിന്തയില്ലേ? നീ ടെൻഷൻ അടിക്കാതെ ബേബി. ഈ കല്യാണം ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയിക്കോളൂ. ആ മിഥുൻ നിന്റെ കഴുത്തില് താലി കെട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതെങ്ങനെയാ മമ്മി? ബേബി, മേഘനയും മിഥുനും ഒന്നിച്ച് പുറത്തു പോയിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞ 3 ലക്ഷണങ്ങളിൽ ഒന്നുപോലും അവന് കണ്ടില്ലെങ്കിലും മിഥുന്റെ പ്രവൃത്തികൾ കാണുമ്പോ മേഘനയ്ക്ക് അങ്ങനെ തോന്നൂ. ആ രീതിയിലല്ലേ ഞാൻ മേഘനയ്ക്ക് ഇൻജക്ട് ചെയ്തിരിക്കുന്നത്. അവൾക്ക് ഉറപ്പായിട്ടും അവന്റെ ഓരോ നീക്കങ്ങളിലും സംശയം ഉണ്ടായിരിക്കും. മേഘനയുടെ മനസ്സിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരും. മിഥുനോട് നോ പറഞ്ഞിട്ടേ അവള് തിരിച്ചു വരൂ. നീ വേണമെങ്കിൽ കണ്ടോ. ഓൾറെഡി ജഗദീഷിന്റെ കൂടെ പോയ അനുഭവം അവൾ ഒരിക്കലും മറന്നിട്ടുണ്ടാവില്ല. അപ്പൊ മിഥുനും അവനെ പോലെ ആയിരിക്കുമെന്ന് അവള് മനസ്സിനകത്ത് അങ്ങ് ഉറപ്പിക്കും. എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് അവള് മിഥുനോട് പറയുമെന്ന് എനിക്ക് ഉറപ്പാ. സത്യാണോ മമ്മി? അങ്ങനെ നടക്കുന്ന ഉറപ്പാണോ? പ്ലാൻ ആരുടെയാ? നിന്റെ മമ്മിയുടെയാ. അത് പിഴക്കില്ലെന്ന് നിനക്കറിയില്ലേ? നീ ഒന്നും ഓർത്ത് വിഷമിക്കാതെ സന്തോഷമായിട്ടിരിക്കെ. മിഥുൻ നിന്റെ ഭർത്താവായി അങ്ങ് ഉറപ്പിച്ചോ. വാ, ഇവിടെ തന്നെയാ. വാ. വാ, ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇവിടെ. അത് കണ്ടോ? ആ റൂമിലുണ്ടാവും. അങ്ങോട്ട് ചെല്ല്. പോയിക്കോ. ഈ മുറിയിൽ ആരെയും കാണുന്നില്ലല്ലോ. നിങ്ങൾ എന്താ ഇവിടെ? എന്തിനാ വാതില് കുറ്റിയിട്ടെ? ഇങ്ങനെ ഒരു മുറിയില് ഒറ്റയ്ക്ക് നിന്നെപ്പോലെ ഒരു സുന്ദരിയായ പെണ്ണിനെ വശത്തിന് കയ്യിൽ കിട്ടിയ പിന്നെ എന്തിനു കുറ്റിയിടുന്ന നിനക്ക് അറിഞ്ഞൂടല്ലേ? Okay guys, you guys carry on. I have to go. ബൈ മിഥുൻ. മേഘന ഇതെവിടെ പോയി?
ആഹാ, ആഹാ. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ഇങ്ങനെയൊക്കെ ചോദിച്ച് നമ്മുടെ യൂത്തിനെ നാണം കെടുത്തരുത്. ദാറ്റ്സ് നോട്ട് ഫെയർ. മിഥുനെ, നീ ആരെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ല, എന്റെ കൂടെ വന്ന ആ കുട്ടിയെ കാണുന്നില്ല. ആ ധാവണി എടുത്ത കുട്ടിയല്ലേ? അവള് അനീഷിന്റെ കൂടെ പോകുന്ന കണ്ടല്ലോ. അനീഷോ? നിന്നെ ഞാൻ വിടില്ല. എന്നെ വിട്ടേക്ക്. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ പ്ലീസ്. ആരും വരില്ലടി. മേഘനെ, 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 ആരെങ്കിലും ഓടി വരണേ. മേഘനെ, 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 കഥകൾ തുറക്കണ. എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ മേഘനയെ തൊട്ടത്? അവൾ ആരാന്ന് നിനക്കറിയാവോടാ? എന്റെ പെണ്ണവള്. അവളെ ഒന്ന് നോക്കിയ പോലും കൊന്നുകളയും ഞാൻ. പ്ലീസ് മിഥുൻ, മിഥുൻ, ഐ എം സോറി മിഥുൻ. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. പ്ലീസ് അവനെ വിട്ടേക്ക് മിഥുൻ. അവന് വേണ്ടി ഞാൻ നിന്നോട് സോറി പറയാം. പ്ലീസ്. കൊന്നുകളയും പറഞ്ഞേക്കാം.
മേഘനെ, ഐ എം സോറി. ഐ എം റിയലി സോറി. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നീ വിഷമിക്കരുത്. നീ വാ, നമുക്ക് പോവാം. ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട. വെയിറ്റർ. സാർ, ഓർഡർ പ്ലീസ്. മേഘനെ, നിനക്കെന്താ വേണ്ടേ? ഓക്കെ സാർ. താങ്ക് യു. മേഘനെ, ഞാൻ നിന്നെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് വെച്ചാ സോറി. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. സത്യത്തിൽ ഇന്ന് ഞാൻ അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു. നിന്നെയും കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. ഐ എം റിയലി സോറി. യു നോ മേഘന, എൻ്റെ ഡാഡി എപ്പോഴും പറയാറുണ്ട്, നമ്മളെ വിഷമിപ്പിക്കുന്ന കഴിഞ്ഞ കാലം ഒരു രോഗം പോലെയാണെന്ന്. ഓർമ്മകളായി അത് നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനെ മറികടക്കാൻ ഒരു മരുന്ന് മാത്രമേ ഉള്ളൂ. ആ മരുന്ന് നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ കൈപ്പേറിയ ഓർമ്മകൾ നിഴൽ പോലെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇന്ന് നടന്ന ഈ സംഭവം അതുപോലെ നീ മറന്നു കളയണം. എന്നിട്ട് സമാധാനത്തോടെ ഇരിക്കണം. നിങ്ങളോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികള് അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാ. അതൊക്കെ കണ്ട് താനെന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എൻ്റെ ലിമിറ്റ്സ് എനിക്കറിയാം. ഇത് തന്നെ കൺവിൻസ് ചെയ്യാൻ പറഞ്ഞൊന്നുമല്ല. നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കണം. പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണല്ലോ നമ്മൾ രണ്ടുപേരും ഇന്ന് വന്നത്. താങ്ക് യു സർ. എന്തിനാ ഇത്ര ഐറ്റംസ് ഓർഡർ ചെയ്തേ? നമുക്ക് കഴിക്കാൻ. നിങ്ങള് ഫുഡിയാണോ? അല്ല, തനിക്കെന്താ ഇഷ്ടമെന്ന് പറഞ്ഞില്ല. എനിക്കും അതറിയില്ല, അതുകൊണ്ടാ. ഇത്രയും ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ വേസ്റ്റ് ആയി പോവില്ലേ? ആവശ്യമുള്ളത് കഴിച്ചാൽ മതി, ബാക്കിയുള്ളത് കളഞ്ഞേക്കാം. എന്താ പറഞ്ഞേ? കളഞ്ഞേക്കാനോ? നമ്മളിങ്ങനെ കളയുന്ന ഫുഡ് പട്ടിണി കിടക്കുന്ന മറ്റാർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവർക്കത് അമൃതായേനെ. വഴിയിൽ എത്രയോ ആൾക്കാര് ഒരു നേരത്തെ ഭക്ഷണത്തിന് കാത്തിരിക്കുന്നുണ്ടാവും. ആദ്യം താൻ കഴിക്കേ, ബാക്കിയുള്ളത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. അയ്യോ, നിന്റെ കണ്ണെവിടെയാടാ? ഏയ്, വാട്ട് ഈസ് ദിസ്? എന്തിനാ അയാളെ തല്ലുന്നേ? അയാൾ എന്ത് ചെയ്തിട്ടാ? ഒന്നും മനഃപൂർവ്വം സംഭവിച്ചതല്ലോ. കയ്യിൽ നിന്ന് സ്ലിപ്പായി വീണതല്ലേ. അപ്പോഴേക്കും വന്നങ്ങ് തല്ല. നോക്ക്, നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് തീരുന്നില്ല. അവരോട് മാന്യമായിട്ട് പെരുമാറും വേണം. തെറ്റ് പറ്റുമ്പോൾ തിരുത്തി കൊടുക്കണം. വീണ്ടും ആ തെറ്റ് അവരെ ആവർത്തിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അല്ലാതെ ആരെങ്കിലും ഉപദ്രവിക്കരുത്.
ഇങ്ങനെ അപമാനിക്കുകയരുത്. കാശുണ്ടെന്നുള്ള അഹങ്കാരത്തിൽ അവരെക്കാളും താഴേക്കിടയിലുള്ള ആൾക്കാരാരെയും അവര് മനുഷ്യരായി കാണില്ല. വളരെ നികൃഷ്ടമായ രീതിയിൽ പെരുമാറും. ഇതെന്താ തന്റെ കീഴിൽ പണിയെടുക്കുന്നവരെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്നേ? സോറി സാർ, സാർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അടിച്ചത്. അപ്രതീക്ഷിതമായ മിസ്റ്റേക്സ് ശിക്ഷ പാടില്ല. സോറി സാർ. നമസ്കാരം സാർ. തന്റെ മോനിപ്പ് എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെ അല്ലേ? ആശുപത്രിയിലെ ബില്ല് മുഴുവൻ അടച്ച് സാറല്ലേ രക്ഷിച്ചത്. ഇപ്പോൾ വളരെ നന്നായിരിക്കുന്നു സാർ. താങ്ക് യു സാർ. നോ ഇറ്റ്സ് ഓക്കെ. ശരി സാർ, പൊക്കോട്ടെ. ചെറിയമ്മ പറഞ്ഞ മോശം സ്വഭാവങ്ങളൊന്നും ഇല്ലല്ലോ. ബുദ്ധിമുട്ടുന്ന മനുഷ്യരെ സഹായിക്കുന്ന മനോഭാവം. മേഘന, ഹ, അവിടെ വാഷ്റൂം ഉണ്ട്, ചെന്ന് ക്ലീൻ ചെയ്തിട്ടോ. ഹലോ, നീ എവിടെയാടി? അത് ശാലിനി. ഇതുവരെ വീട്ടിലേക്ക് വരാറായില്ലേ? ഞാനിവിടെ ഇപ്പോഴും മിഥുൻ ചേട്ടന്റെ കൂടെ തന്നെയാ. ഓഹോ, മിഥുൻ ചേട്ടനെ വിളിക്കാൻ തുടങ്ങിയോ? ശാലിനി, ശാലിനി സ്പീക്കർ ഓൺ ചെയ്തേ. അവിടെ എന്തൊക്കെയാ സംഭവിച്ചെന്ന് ഫോൺ ചെയ്ത് പറയാൻ പറഞ്ഞിരുന്നതല്ലേ? ശാലിനി, അത് പിന്നെ ഇവിടെ മിഥുൻ ചേട്ടൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോഴെങ്കിലും നിനക്ക് അവൻ ആരാണെന്നും അവന്റെ സ്വഭാവം എന്താണെന്നും നല്ലോണം മനസ്സിലായി കാണുമല്ലോ. ചെറിയമ്മേ, ഞാൻ പറഞ്ഞതുപോലെ അവനൊരു വൃത്തികെട്ടവനാണെന്ന് മനസ്സിലായില്ലേ? പിന്നെ എന്തിനാ നീ അവിടെ തന്നെ നിൽക്കുന്നേ? ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്നൂടെ നിനക്ക്? ചെറിയമ്മേ, ചെറിയമ്മ പറഞ്ഞതുപോലെ ആ ചേട്ടൻ അത്രയ്ക്ക് മോശം ആളൊന്നുമല്ല. നേരാണ് ചെറിയമ്മ. ചെറിയമ്മ എന്നോട് പറഞ്ഞ ഒരു സ്വഭാവം പോലെ ചേട്ടനില്ല. വളരെ നല്ല മനസ്സുള്ളൊരു വ്യക്തിയാ. നിന്റെ തലയ്ക്ക് എന്താ പറ്റിയത്? നിനക്കതൊന്നും മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും. അല്ലെങ്കിൽ നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല മേഘനെ. അങ്ങനെയൊന്നും അല്ല ചെറിയമ്മേ, ഞാൻ എല്ലാം നല്ലപോലെ മനസ്സിലാക്കി. ശരിയെന്നാ ചെറിയമ്മേ, ഞാനെന്നാ കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാം. മേഘനെ, മേഘനെ, സാറെന്തിനാ ഇതൊക്കെ കളയുന്നതിന് പകരം ഇങ്ങനെ പാക്ക് ചെയ്തെടുത്തിരിക്കുന്നേ? വീട്ടിൽ കൊണ്ടുപോകാനാണോ? അതിനൊന്നുമല്ല. താ വാ, നമുക്ക് പോവാം. വെയിറ്റർ, ഈ കവറൊക്കെ ഒന്ന് കാറിലേക്ക് വെച്ചേണേ. നീ ഇത് കൊണ്ടുപോയി നിന്റെ കൈ കൊണ്ട് തന്നെ അവർക്കൊക്കെ കൊടുക്ക. നീയല്ലേ പറഞ്ഞേ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വലയുന്നവർ ഒത്തിരി പേരുണ്ട്, അതുകൊണ്ട് ഫുഡൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അവരൊക്കെ ആ ഗണത്തിൽപ്പെട്ടവരാ. അവർക്ക് കഴിക്കാൻ ഇത് മതിയാകും. കൊണ്ടുവന്ന് കൊടുത്തിട്ട് വാ. നീ പറഞ്ഞതൊരു കാര്യമുണ്ടെന്ന് തോന്നി, അതുകൊണ്ടാ ഈ ഫുഡ് ഞാൻ പാഴ്സൽ ചെയ്ത് വാങ്ങിച്ചേ. താങ്ക്സ് സർ.
പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ ഉള്ളം താനെ പാടുന്നെന്തേ മെല്ലെ മെല്ലെ മൂളുന്നെന്തേ മൃദുലമാധരവും മധുകണം കരുതിയോ ചിറകിലായി 2 ദിവസമായി ഒരു വറ്റ പോലും കഴിച്ചിട്ടില്ല. ഇപ്പൊ വയറ് നിറഞ്ഞു മോളെ. എന്നും ദൈവം നിന്നെ അനുഗ്രഹിക്കും. അല്ല, ആ കുട്ടികൾക്ക് എന്തിനാ താൻ കൈകൊണ്ട് വാരി കൊടുത്തേ? വിശന്നിരിക്കുന്ന മനുഷ്യരുടെ വയറ് നിറച്ചാൽ മാത്രം പോരാ. അനാഥരായിട്ടുള്ള ഇത്തരം കുട്ടികൾക്ക് നമ്മുടെ കൈകൊണ്ട് വാരിക്കൊടുത്ത അവരുടെ മനസ്സ് നിറയുന്ന പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഒരു പതിവാ. ഏതെങ്കിലും കുട്ടികൾ വിശന്നു വന്നാ ഞാൻ അവർക്ക് ഭക്ഷണം വാരി കൊടുക്കാറുണ്ട്. എനിക്കത് ഒത്തിരി സന്തോഷാ. വെരി ഗുഡ്. ഞാൻ പറഞ്ഞ വാക്കുകൾ വിലവെച്ച് ഇങ്ങനൊരു കാര്യം ചെയ്തതിന്, ഇത്രയും പേരുടെ പട്ടിണി മാറ്റാൻ മനസ്സ് തോന്നിയ സാറിനോട് നന്ദി പറഞ്ഞാൽ മതിയാവില്ല. മധുരവും മധുകണം കരുതിയോ ചിറകിലായി ഉയരുവൻ പ്രണയമാം സലഭവും മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ. ജഗദീഷ്, നീ എന്താ ഇവിടെ? പോലീസാണെന്നാ ഞാൻ കരുതിയ. ആ ഫയർ ആക്സിഡന്റിന് ശേഷം ഒളിവിൽ കഴിയാനാണല്ലോ എന്റെ വിധി. അതിരിക്കട്ടെ, ഞാനിവിടെയാ നിന്നോടാരാ പറഞ്ഞ്? നിന്റെ ആത്മമിത്രം ഉണ്ടല്ലോ, അവനോട് ചോദിച്ചപ്പോ പറഞ്ഞു തന്നതാ. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, കാര്യം എന്താന്ന് പറ. നിനക്ക് വല്ല മനം മാറ്റം ഉണ്ടായോ? അത്രയ്ക്കൊന്നും ആലോചിക്കണ്ട. നിനക്കൊരു ഇൻഫർമേഷൻ തരാന്ന് കരുതി വന്നതാ. എന്ത് ഇൻഫർമേഷൻ? നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ആ മേഘന ഉണ്ടല്ലോ. ആ, അവള് നിന്റെ വീട്ടിലില്ലേ? ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. നാളെ മറ്റൊരു വീട്ടിലേക്ക് മരുമകളായി കയറി ചെല്ലാൻ പോവാ.